ഹലോ എവ്രി വൺ, വെൽക്കം ടു ലിസ്റ്റസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഹരിഹർ കാക്ക എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 5th പാർട്ടാണ് നോക്കാൻ പോകുന്നത്, പേജ് നമ്പർ 5. ഓക്കെ, അപ്പോൾ അതിലെ ആദ്യത്തെ ആ ഒരു ചെറിയ പാരഗ്രാഫ് അത് 4th പേജിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇന്നലെ പറഞ്ഞു തീർത്തായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ ആ വലിയ പാരഗ്രാഫാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഹരിഹർ കാക്ക ജിസ് വക്ത് യഹ് സബ് बोल रहे थे उस वक्त ठाकुरबाड़ी के पूजारी जी उनके दालान पर ही विराजमान थे. അപ്പോൾ ഹരിഹർ കാക്ക എന്താ ഈ കാര്യങ്ങളെല്ലാം എന്താ ഏറ്റവും യങ്ങറായിട്ടുള്ള ബ്രദറിൻ്റെ വൈഫിനോട് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എന്ത് പറ്റിയായിരുന്നു? നമ്മുടെ ഠാക്കുർബാരിയിലെ പൂജാരി അല്ലേ, പൂജാരിജി എവിടെ ഉണ്ടായിരുന്നു? അദ്ദേഹത്തിൻ്റെ ദാലാൻ, അദ്ദേഹത്തിൻ്റെ ഇടനാഴിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. വിരാജ്മാൻ എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വാർഷിക് ഹുമാദ് കെ ലിയെ വഹ് ഘീ ഓർ ഷക്കീൽ ലേനെ ആയേ ഥേ. അപ്പം വാർഷിക് ഹുമാദ് എന്ന് പറഞ്ഞാൽ ഈ എന്താ വർഷത്തിൽ ഒരിക്കൽ പൂജയും ഹോമവും അങ്ങനെയൊക്കെ നടത്താറില്ലേ, അതിനെയാണ് ഹുമാദ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള എന്താ പൂജയും ഹോമവും അങ്ങനെയുള്ളതിനെയാണ് ഹുമാദ് എന്ന് പറയുന്നത്. അപ്പോൾ വാർഷിക് ഹുമാദ്, അതായത് വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന അങ്ങനെയുള്ള ഹോമത്തിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗീ നമ്മുടെ എന്താ നെയ്യ്, അതുപോലെ തന്നെ ഷക്കീൽ എന്ന് പറയുന്നത് എന്താ ഈ രൂപങ്ങളില്ലേ, അതായത് ഈ വിഗ്രഹങ്ങൾ പോലെയുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഈ ചിലർ നേർച്ചയായിട്ട് ഓരോ രൂപങ്ങൾ പോലെയുള്ളത് കൊടുക്കാറില്ലേ, അതിനെയാണ് ഷക്കീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, നെയ്യും പിന്നെ ദൈവത്തിൻ്റെ ഈ ഒരു രൂപവും മേടിക്കാൻ വേണ്ടിയിട്ട് ഹരിഹർ കാക്കയുടെ വീട്ടിൽ വന്നതായിരുന്നു. അപ്പോൾ ലൗഡ്കർ ഉന്നോനെ മഹൻജിക്കോ വിസ്താർ കെ സാത്ത് സാരി ബാത് ബത്തായി. അപ്പം എന്താ തിരിച്ച് ഠാക്കുർബാരിയിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? ഈ പൂജാരി മഹന്തിനോട്, അല്ലേ, നമ്മുടെ മെയിൻ പൂജാരിയാണ് മഹന്ത് എന്ന് പറയുന്നത്. അപ്പോൾ മഹന്തിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ആരാ? പൂജാരി. ഓക്കെ, മഹന്ത് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പൂജാരി. അപ്പോൾ നമ്മുടെ ഈ പൂജാരിജി വന്നിട്ട് മഹന്തിനോട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം എന്താ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുത്തു. ഉൻകെ കാൻ ഖഡേ ഹോ ഗയേ, അദ്ദേഹത്തിൻ്റെ എന്താ ചെവി സ്തബ്ധമായി, അല്ലെങ്കിൽ എന്താ സ്റ്റക്കായി പോയി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പം ഈ ഒരു എന്താ ഈ ഒരു കാര്യം കേട്ടിട്ട് അദ്ദേഹം ഷോക്കായിപ്പോയി. അദ്ദേഹത്തിൻ്റെ കാൻ ഖഡേ എന്ന് വെച്ചാൽ കാത്, ഖഡേ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ സ്റ്റാൻഡിങ് എന്നുള്ളതാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് കാൻ ഖഡേ എന്ന് പറഞ്ഞാൽ ചെവി സ്തബ്ധിച്ചു പോയി എന്ന് നമ്മൾ പറയാറില്ലേ. അത്രയ്ക്കും ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു മഹന്ത് കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ബഹ്ദിൻ ഉനെ ബഹുത് ശുഭ മഹസൂസ് ഹുവ. അപ്പോൾ അന്നത്തെ ദിവസം അദ്ദേഹത്തിന് വളരെ നല്ലൊരു ദിവസമായിട്ട് അനുഭവപ്പെട്ടു. മഹസൂസ് എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അന്നത്തെ ദിവസം അദ്ദേഹത്തിന് വളരെ നല്ലൊരു ദിവസമായിട്ട് അനുഭവപ്പെട്ടു. ഉസ് ദിൻ കോ ഉന്നോനെ ऐसे ही गुजर जाने देना उचित नहीं समझा. അപ്പം എന്തുപറ്റി? ആ ദിവസത്തിനെ അങ്ങനെ ചുമ്മാ അങ്ങനെ തള്ളിക്കളഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് മഹന്തിന് തോന്നി. അതായത് ആ ദിവസം ചുമ്മാ അങ്ങനെ ചുമ്മാ പാസീവായിട്ട് അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് ആർക്ക് തോന്നി? മഹന്തിന് തോന്നി. അതാണ് ഉസ്ദിൻ കോ ഉനോനെ ऐसी ही गुजर जाने. ഗുസർ ജാനെ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, ചുമ്മാ അങ്ങനെ നമ്മളിങ്ങനെ പാസീവായിട്ടെന്നൊക്കെ പറയാറില്ലേ, അതാണ്. അങ്ങനെ ചുമ്മാ വിട്ട് കളഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിക്കായിരുന്നു. അപ്പോൾ തൽക്ഷൺ ടീക്ക തിലക് ലഗ കന്ധേ പർ രാമനാമി ലിഖി ചാദർ ഡാൽ ഠാക്കുർബാരി സെ ചൽപ്പടെ. അപ്പം മഹന്ത് എന്ത് ചെയ്തു? തൽക്ഷൺ അല്ലേ, അറ്റ് ദാറ്റ് വെരി മൊമെൻറ്റ് എന്ത് ചെയ്തു? ടീക്ക തിലക് ലഗ, എന്താ തിലകക്കുറി ചാർത്ത എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മുടെ പൂജാരിമാരൊക്കെ നെറ്റിയിൽ ഇങ്ങനെ കുറി തൊടാറുണ്ട് അല്ലേ, അപ്പോൾ അതിനെയാണ് തിലകം എന്ന് പറയുന്നത്. അപ്പോൾ ശരിയായ രീതിയിൽ എന്ത് ചെയ്തു? തിലക് ലഗ, എന്താ നെറ്റിയിൽ അങ്ങനെ തിലകക്കുറിയൊക്കെ ഇട്ടിട്ട് കന്ധേ പർ രാമനാമി ലിഖി ചാദർ ഡാൽ ഠാക്കൂർ ബാരിസെ ചലേപ്പടെ. അപ്പം കന്ധേ എന്ന് പറഞ്ഞാൽ ഷോൾഡറാണ്. ഓക്കെ, അപ്പം ഷോൾഡറിൽ രാമനാമി ലിഖി ചാദർ, രാമനാമം എഴുതിയിട്ടുള്ള എന്താ അവരുടെ ഒരു ഈ എന്താ ഈ ഷോള് പോലെ ഒരു സാധനം ഈ പൂജാരിമാരൊക്കെ കഴുത്തിലൂടെ ഇടാറില്ലേ,
അതിനെയാണ് എന്താ എന്തായിരുന്നു ചാദർ എന്ന് പറയുന്നത്. ഓക്കെ, രാംനാമി ലിഖി ചാദർ ഡാൽ ഠാക്കൂർ ബാരി സെ ചൽപ്പടെ. അപ്പോൾ ശരിക്കും ഈ ചാദറിൻ്റെ ശരിക്കുമുള്ള മീനിങ് ഷീറ്റ് എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ എന്താ രാംനാമി ലിഖി ചാദർ ഡാൽ എന്ന് പറഞ്ഞാൽ ആ കഴുത്തിലിടുന്ന ആ സാധനത്തിനെയാണ് അങ്ങനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പം അതും ഇട്ടുകൊണ്ട് ഠാക്കൂർ ബാരിയിൽ നിന്ന് മഹന്ത് അപ്പോൾ തന്നെ ഇറങ്ങി. സംയോഗ് അച്ഛാ ഥ, അതായത് നല്ലൊരു ചാൻസാണ്. സംയോഗം എന്ന് പറഞ്ഞാൽ ചാൻസ് എന്നാണ്. അപ്പം നല്ലൊരു അവസരമാണിത്. ഹരിഹർ കെ ദാലാൻ തക് നഹി ജാനാ പട. പക്ഷേ ഹരിഹർ കാക്കയെ തേടി ഹരിഹർ കാക്കയുടെ ഇടനാഴി വരെ പോകേണ്ടതായിട്ട് വന്നില്ല. ദാലാൻ തക് നഹീം ജാനാ പട, ഇടനാഴി വരെ എത്തേണ്ട ആവശ്യം വന്നില്ല. രാസ്തേ മേ ഹി ഹരിഹർ മിൽഗയെ, പോകുന്ന വഴിക്ക് വെച്ച് തന്നെ ഹരിഹർ കാക്കയെ മിൽഗയെ എന്ന് പറഞ്ഞാൽ കിട്ടിയെന്നാണ്. അതായത് ഹരിഹർ കാക്കയെ കണ്ടുമുട്ടി. അപ്പോൾ ഗുസ്സേ മേ ഘർ സേ നിക്കൽ വഹ് ഖലിഹാൻ കി ഓർ ജാ രഹേ थे. അപ്പം രാസ്തേ മേ ഹരിഹർ മിൽ ഗയെ, ഗുസ്സേ മേ ഘർ സേ നിക്കൽ, വളരെ ദേഷ്യത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ത് ചെയ്യുമായിരുന്നു, വഹ് ഖലിഹാൻ കി ഓർ ജാ രഹേ थे, അതായത് കളപ്പുരയിലേക്ക് അദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. കളപ്പുരയിൽ ആരുണ്ട്, സഹോദരന്മാർ അങ്ങോട്ടാണ് പോയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവരെ അന്വേഷിച്ച് അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുമായിരുന്നു. അപ്പോൾ ലേക്കിൻ മഹൻജീനെ ഉനെ ഖലിഹാൻ കി ഓർ നഹീം ജാനേ ദിയ. അപ്പം മഹൻജി എന്ത് ചെയ്തു, മഹൻജി ഹരിഹർ കാക്കയെ ഖലിഹാനിലേക്ക് വിട്ടില്ല. ഓക്കെ, ഖലിഹാൻ കി ഓർ നഹീം ജാനേ ദിയ, അങ്ങോട്ടേക്ക് പോകാനായിട്ട് അനുവദിച്ചില്ല. അപ്പനെ സാത്ത് ഠാക്കൂർ ബാരി പർ ലേത്തെ ആയേ, മഹൻജിയുടെ കൂടെ ഠാക്കൂർ ബാരിയിലേക്ക് ആരെ കൊണ്ടുപോയി, ഹരിഹർ കാക്കയെ കൊണ്ടുപോയി. ഓക്കെ, ഫിർ ഏകാന്ത് കമരേമേ ഉനെ ബേഠ, എന്നിട്ട് എന്ത് ചെയ്തു, ഒരു എന്താ അദ്ദേഹത്തിന് ഒരു മുറിയിൽ കൊണ്ടുവന്ന് ഒറ്റയ്ക്ക് ഇരുത്തി. ഫിർ ഏകാന്ത് കമരേമേ ഉനെ ബേഠ. ഖൂബ് പ്രേം സെ സംചാനെ ലഗെ, വളരെ സ്നേഹത്തോടെ, സംചാനെ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ പറയത്തില്ലേ, അതിനാണ് സംചാനെ എന്ന് പറയുന്നത്. അപ്പം വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി. ഹരിഹർ യഹാം കോയി കിസി കി നഹി ഹെ, ഹരിഹർ ഇവിടെ ആരും ആരുടെയും സ്വന്തമല്ല. യഹാം കോയി കിസി കാ നഹി ഹെ, ഇവിടെ ഒന്നും തന്നെ ആരുടെയും അല്ല എന്നുള്ളതാണ്. സബ് മായ കാ ബന്ധൻ ഹെ, അതായത് എല്ലാം ഒരു എന്താ ഒരു മായയാണ് ഇതെല്ലാം. അല്ലാതെ നമുക്ക് ഈ ചുറ്റും കാണുന്നതൊന്നും എന്താ എപ്പോഴും ഒരു എന്താ പറയുന്നത്, എറ്റേണലായിട്ടുള്ള എപ്പോഴും നിലനിൽക്കുന്ന കാര്യമല്ല. എല്ലാം നമ്മുടെയാണെന്ന് ചിന്തിക്കരുത്, എല്ലാം മായയാണ്. തൂത്തോ ധാർമ്മിക് പ്രവർത്തിക്ക ആത്മീയ, എന്താ ധാർമ്മിക് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ദൈവ വിചാരവും ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു എന്താ ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തികളിൽ താല്പര്യപ്പെടുന്ന ആളാണ് താങ്കൾ. അപ്പോൾ മേ സമജ് നഹി പാ രഹാ ഹൂ കി തും ഇസ് ബന്ധൻ മേ കേസെ ഫസ് ഗയെ, എനിക്ക് മനസ്സിലാകുന്നില്ല താങ്കൾ എങ്ങനെയാണ് ഇങ്ങനെയൊരു കാര്യത്തിൽ, ഇങ്ങനെയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടതെന്ന്, ഇങ്ങനെയൊരു അവസ്ഥയിൽ, ഇങ്ങനെയൊരു ബന്ധനത്തിൽ ഏർപ്പെട്ടതെന്ന്. ഈശ്വരമേ ഭക്തി ലഗാവൂ, ഈശ്വരനിൽ എന്താ എന്താ ഈശ്വരനെ നന്നായിട്ട് ഭജിക്കുക അല്ലെ പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത്. ഈശ്വരമേ ഭക്തി ലഗാവൂ, ഈശ്വരനിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഉസ്കെ സിവായി കോയി തുമാര അപ്പന നഹി, അതായത് ഉസ്കെ സിവായി എന്താ, സിവായി എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, എക്സെപ്റ്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഉസ്കെ സിവായി കോയി തുമാര അപ്പനി നഹി, അതായത് ദൈവമൊഴിയോ ഒന്നും തന്നെ നിൻ്റേതല്ലെന്നാണ് പറയുന്നത്. ഉസ്കെ സിവായി കോയി തുമാര അപ്പനി നഹി, ദൈവമല്ലാതെ വേറൊന്നും നമ്മുടെ സ്വന്തമാണെന്ന് ചിന്തിക്കരുത്. പത്നി ബേഠെ ഭായി ബന്ധു സബ് സ്വാർത്ഥ കെ സാത്തി ഹെ, ഭാര്യയായാലും കുട്ടികളായാലും ഭായി ബന്ധു എന്താ സഹോദരന്മാരും ബന്ധുക്കളുമായാലും എല്ലാവരും സ്വാർത്ഥ കെ സാത്തി ഹെ, എല്ലാവരും എന്താ സ്വാർത്ഥതയുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ സ്വാർത്ഥതയെ കൂട്ടുപിടിക്കുന്ന ആൾക്കാരാണ്. ജിസ് ദിൻ ഉനെ ലഗേഗാ കി തുംസെ ഉൻകാ സ്വാർത്ഥ സധനെ വാല നഹി ഉസ് ദിൻ വേ തുമേ പൂച്ചേങ്കെ തക് നഹി, അതായത് ജിസ് ദിൻ ഉനെ ലഗേഗാ കി തുംസെ ഉൻകാ സ്വാർത്ഥ സധനെ വാല നഹി,
അതായത് അതായത് അവരുടെ സ്വാർത്ഥത നിങ്ങളുടെ അടുത്ത് വിലപ്പോകില്ല എന്ന് അവരെന്ന് മനസ്സിലാക്കുന്നുവോ അന്ന് പിന്നെ നിങ്ങളോടൊന്നും ചോദിക്കാൻ പോലും അവർ നിൽക്കത്തില്ല. അതായത് അവരുടെ സ്വാർത്ഥത നിങ്ങൾ ഇപ്പോഴും നിങ്ങളിപ്പോഴും അവരുടെ സ്വാർത്ഥതയെ വിലമതിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും അവർ ആ വീട്ടിൽ നിങ്ങൾക്ക് നിർത്തിയിരിക്കുന്നത്. നിങ്ങളതെന്നാണോ നിങ്ങളുടെ അടുത്ത് ഇത് വിലപ്പോകില്ല എന്ന് അവർക്ക് മനസ്സിലാകുന്ന ദിവസം അന്ന് അവർ നിങ്ങളെ അംഗീകരിക്കാൻ പോലും പോകുന്നില്ല എന്നാണ് ആര് പറഞ്ഞത്? महंजी പറഞ്ഞത്. जिस दिन उन्हें लगेगा कि तुमसे उनका स्वार्थ सदने वाला नहीं, उस दिन वे तुम्हें पूछेंगे तक नहीं. इसलिए ज्ञानी, संत, महात्मा ईश्वर के सिवाय किसी और में प्रेम नहीं लगाते. അപ്പം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ജ്ഞാനി, സന്ത്, മഹാത്മാ, അതായത് ജ്ഞാനികളും സന്തെന്ന് പറഞ്ഞാൽ ആരാ? വളരെ ഈ സെയിൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ മഹാത്മാക്കൾ, ഇവരൊക്കെ ഈശ്വരനെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാത്തത് അല്ലേ? അവർ ഈശ്വരനെ മാത്രം ഭജിച്ചാണ് എപ്പോഴും. അവർക്ക് ബന്ധുക്കളോ അങ്ങനെയുള്ള ഒരു ഇതും ഉണ്ടാവില്ല അല്ലേ? അവരെപ്പോഴും ഈശ്വരനെ മാത്രം സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു കാരണം അറിയാവുന്നത് കൊണ്ടാണ് ഈ ജ്ഞാനി, സന്ത്, മഹാത്മാ ഇവരൊക്കെ ഈശ്വരനെ മാത്രം എപ്പോഴും വിചാരിച്ച് ഇരിക്കുന്നത്, വേറെ ആരെയും സ്നേഹിക്കാത്തത്. തുമാരെ ഹിസ്സേമേം 15 ബീക്കെ ഖേത് ഹെ. താങ്കളുടെ കയ്യിൽ എന്തുണ്ട്? തുമാരെ ഹിസ്സേമേം, താങ്കളുടെ പ്രോപ്പർട്ടി ആയിട്ട് 15 ഹെക്ടർ നെല്ലുണ്ട് അല്ലേ? സോറി, നെല്ലല്ല, വയലുണ്ട്. ഖേത്ത് എന്ന് പറഞ്ഞാൽ വയൽ അല്ലേ? അപ്പം നിങ്ങളുടെ അടുത്ത് 15 ഹെക്ടേഴ്സ് ഓഫ് खेत ഉണ്ട്. उसी के चलते तुम्हारे भाई की परिवार तुम्हें पकड़ हुए हैं. അപ്പം उसी के चलते तुम्हारे भाई के परिवार तुम्हें पकड़ हुए हैं. ഈ ഒരു കാരണത്താലാണ് ഇപ്പോഴും നിങ്ങളുടെ സഹോദരന്മാർ നിങ്ങളെ ആ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ പിടികൂടിയിരിക്കുന്നത്. तुम एक दिन कहकर तो देख लो कि अपना खेत उन्हें ना देकर दूसरे को लिख दोगे, वह तुमसे बोलना बंद कर देंगे. ഒരു ദിവസം तुम एक दिन कहकर तो देख लो कि अपना खेत उन्हें ना देकर दूसरे को लिख दोगे. അതായത് ഒരു ദിവസം നിങ്ങൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക്, നിങ്ങളുടെ ആ 15 ഹെക്ടേഴ്സ് ഖേത്ത് അവർക്ക് കൊടുക്കില്ല, വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പോവാണെന്ന് ഒരു ദിവസം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാനാണ് മഹൻജി പറയുന്നത്. വഹ് തുംസെ ബോൽന ബന്ദ് കർ ദേംഗെ. നിങ്ങളുടെ സംസാരം തന്നെ അന്നുകൊണ്ട് നിർത്തും. അതായത് പിന്നെ ഒരു വാക്ക് പോലും സംസാരിക്കാൻ പോലും നിങ്ങളെ അനുവദിക്കാത്ത രീതിയിൽ അവർ മാറ്റുമെന്നാണ് പറയുന്നത്. ഖൂൻ കാ റിശ്ത ഖത്മ ഹോ ജായെങ്കെ. ബ്ലഡ് റിലേഷനൊക്കെ അന്നുകൊണ്ട് അവിടെ അവസാനിക്കും. ഖൂൻ കാ റിശ്ത ഖത്മ ഹോ ജായെങ്കെ. ഓക്കെ, അന്ന് തന്നെ ഖൂൻ കാ റിശ്ത അവിടെ തന്നെ സ്റ്റോപ്പ് ആവുമെന്നാണ് പറയുന്നത്. तुम्हारे भले के लिए मैं बहुत दिनों से सोच रहा था, लेकिन संकोचवश नहीं कह रहा था. അപ്പോൾ നിങ്ങളുടെ നല്ലതിന് വേണ്ടി, തുമാരെ ഭലേ കേലിയെ, നിങ്ങളുടെ നന്മയെ കരുതി ഞാൻ കുറച്ച് ദിവസമായി ഇത് പറയണമെന്ന്, ബഹുദിനോംസെ സോച്ച് രഹാദ, ഇത് പറയണമെന്ന് ആലോചിക്കുന്നുണ്ട്. ലേക്കിൻ സങ്കോച് വശ് നഹി കഹ് രഹാദ, പക്ഷേ എനിക്കൊരു മടിയായിരുന്നു അത് നിങ്ങളോട് സംസാരിക്കാൻ, ഈ ഒരു കാര്യം നിങ്ങളോട് ചർച്ച ചെയ്യാൻ എനിക്ക് സങ്കോച് വശ് എന്ന് പറഞ്ഞാൽ മടിയായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോടിത് പറയാനായിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ മടിയായതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. ആജ് കഹ് ദേത്താ ഹൂം തും അപ്പനെ ഹിസ്സേ കാ ഖേത് ഠാക്കൂർ ജി കെ നാം പർ ലിഖ് ദോ. പക്ഷേ ഇന്ന് ഞാനത് പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ 15 ഹെക്ടർ ഠാക്കൂർജിയുടെ പേരിലേക്ക് എഴുതി വയ്ക്കാനായിട്ട്. ഓക്കെ, സീധേ ബൈകുണ്ഠ് കോ പ്രാപ്ത് കരേങ്കെ. അപ്പോൾ നിങ്ങൾക്ക് സീത എന്ന് പറഞ്ഞാൽ ഈ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ സ്ട്രെയിറ്റ് എന്നൊക്കെയുള്ള മീനിങ് ആണ്. അപ്പം നിങ്ങൾക്ക് പിന്നീട് വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വർഗം നരകം എന്നൊക്കെ പറയാം, വൈകുണ്ഠം എന്നുള്ളതാണ്. അപ്പോൾ ഹിന്ദു ബിലീഫിൽ വൈകുണ്ഠം പ്രാപ്തമാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണല്ലോ. അപ്പം
എന്താ പറയണ്ടേ, നിങ്ങൾക്ക് വളരെ മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വൈകുണ്ഠത്തിലേക്ക് പോകാൻ പറ്റും എന്നാണ് പറയുന്നത്. സീതേ വൈകുണ്ഠക്കോ പ്രാപ്ത് കരേഗെ, തീനോം ലോക് മേ തുമാരി കീർത്തി ജഗ്മഗ ഉടേഗെ. ഇപ്പോൾ മൂന്ന് ലോകങ്ങളിലും നിങ്ങളുടെ പേര്, നിങ്ങളുടെ കീർത്തി എന്ത് പറ്റും, എന്താ ഭയങ്കരമായിട്ട് ഉയരും എന്നാണ് പറയുന്നത്. കീർത്തി ജഗ്മഗ ഉടേഗി. ജഗ്മഗ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഷൈൻ ചെയ്യാൻ തുടങ്ങും, സ്പാർക്കിൾ ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ജബ് തക് ചാന്ദ് സൂരജ് രഹേങ്കെ തബ് തക് ലോഗ് തുമേ യാദ് കരേങ്കെ. സൂര്യനും ചന്ദ്രനും ഒക്കെ എന്ന് വരെ ഉണ്ടോ അന്ന് വരെയും ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും നിങ്ങളെ ഓർക്കും. ജബ് തക് ചാന്ദ് സൂരജ് രഹേങ്കെ, എപ്പോൾ വരെ ഉണ്ടോ സൂര്യനും ചന്ദ്രനും, തബ് തക് ലോഗ് തുമേ യാദ് കരേങ്കെ, അതുവരെ എല്ലാ ആൾക്കാരും നിങ്ങളെ സ്മരിക്കും. ഠാക്കുർജി കെ നാം പർ സമീൻ ലിഖ് ദേന തുമാരെ ജീവൻ കാ മഹാദാൻ ഹോഗ. ഠാക്കുർജിയുടെ പേരിലേക്ക് നിങ്ങളുടെ സ്ഥലം എഴുതി വയ്ക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ ഒരു ദാനമായിരിക്കും അത്. ഏറ്റവും വലിയ മഹാദാനമാണത്. സാധു സന്ത് തുമാരെ പാവ് പഖാരേങ്കെ. അപ്പം ഈ സാധു സന്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു അല്ലേ. അവിടെയുള്ള പ്രീസ്റ്റുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സന്യാസിമാർ, പൂജാരിമാർ എല്ലാവരും എന്ത് ചെയ്യും, നിങ്ങളുടെ കാല് കഴുകി വെള്ളം കുടിക്കും എന്നുള്ള രീതിയിൽ കാല് കഴുകി തരും എന്നുള്ള. പാവ് പഖാരോങ്കെ എന്ന് പറഞ്ഞാൽ, പാവ് എന്ന് പറഞ്ഞാൽ കാലാണ്, പക്കാര എന്ന് പറഞ്ഞാൽ കഴുകി വൃത്തിയാക്കുക എന്നുള്ളത്. അപ്പം നിങ്ങളുടെ കാല് കഴുകി വൃത്തിയാക്കും അല്ലേ. അതായത് അത്രയും വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. സഭി തുമാര യശോഗാൻ കരേങ്കെ. അപ്പോൾ എല്ലാവരും നിങ്ങളെ വാഴ്ത്തി പാടാൻ തുടങ്ങും, പുകഴ്ത്തി പാടാനായിട്ട് തുടങ്ങും. യശോഗാൻ കരേങ്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും നിങ്ങളെ പുകഴ്ത്തി പാടാനായിട്ട് തുടങ്ങും. തുമാര യഹ് ജീവൻ സാർത്ഥക് ഹോ ജായേഗെ. നിങ്ങളുടെ ഈ ഒരു ജീവിതം വളരെ മീനിങ് ഫുൾ ആവും, അർത്ഥം ഉള്ളതായിട്ട് മാറും. अपनी शेष जिंदगी तुम इसी ठाकुर बारी में गुजारना, तुम्हें किसी चीज़ का कमी नहीं होगी. അപ്പം നിങ്ങളുടെ ശേഷം ഉള്ള ജീവിതം, ഇത് കഴിഞ്ഞിട്ട് ഉള്ള ജീവിതം നിങ്ങൾക്ക് ഈ ഠാക്കുർ ബാരിയിൽ ചിലവഴിക്കുക. ഗുസാർന എന്ന് പറഞ്ഞാൽ ചിലവഴിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഠാക്കുർ ബാരിയിൽ ചിലവഴിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് തുമ്മേ കിസി ചീസ് കി കമി നഹി ഹോഗി. നിങ്ങൾക്കിവിടെ ഒരു കാര്യത്തിനും, കിസി ചീസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ചീസ് എന്ന് പറഞ്ഞാൽ വസ്തു എന്നുള്ളതാണ്. അപ്പം ഒരു വസ്തുക്കൾക്കും ഒരു കാര്യത്തിനും നിങ്ങൾക്കിവിടെ കി കമി നഹി ഹോഗി. കമി നഹി എന്ന് പറഞ്ഞാൽ ഒരു കുറവും ഉണ്ടാവില്ല. ഏക് മാങ്കേങ്കെ തോ ചാർ ഹാസിർ കി ജായേങ്കി. അപ്പം നിങ്ങൾ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നിങ്ങളെ ഒരു കാര്യം ഒരെണ്ണം ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ കയ്യിൽ 4 എണ്ണമായിരിക്കും ഞങ്ങൾ കൊണ്ട് എത്തിച്ചു തരുന്നത്. ഏക് മാങ്കേങ്കെ തോ ചാർ ഹാസിർ കി ജായേങ്കെ. ഒന്ന് ചോദിച്ചാൽ 4 എണ്ണമായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. ഹം തുമേ സിർ ആഖോ പർ ഉഠാക്കർ രഖേങ്കെ. ഞങ്ങൾ നിങ്ങളെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലെയാണ് സിർ ആഖോ പർ ഉഠാക്കർ രഖേങ്കെ. ഞങ്ങൾ നിങ്ങളെ നമ്മൾ തലയിൽ വെച്ചുകൊണ്ട് നടക്കാമെന്നൊക്കെ പറയാറില്ല, അതുപോലെയാണ്. അത്രയും നന്നായിട്ട് നിങ്ങളെ കെയർ ചെയ്തോളാം. ഠാക്കുർജിക്ക് സാത്ത് സാത്ത് തുമാരി ആരതി ഭി ലഗായെങ്കിൽ. അപ്പോൾ ഠാക്കുർജിക്ക് ഞങ്ങൾ ആരതി ഒഴിയുമ്പോൾ നിങ്ങൾക്കും കൂടെ അത് ചെയ്തേക്കാം. അതുപോലെ നിങ്ങളെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തോളാം, ടേക്ക് കെയർ ചെയ്തോളാം. ഭായി കാ പരിവാർ തുമാരെ ലിയെ കുച്ച് നഹി കരേഗ. നിങ്ങളുടെ സഹോദരന്മാരുടെ കുടുംബം നിങ്ങൾക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല. പത്താ നഹി പൂർവ്വജന്മമേ തുമ്നെ कौन सा पाप किया था कि तुम्हारी दोनों पत्नियां अकाल मृत्यु को प्राप्त हुई. അപ്പം കഴിഞ്ഞ ജന്മത്തിൽ, പൂർവ്വജന്മത്തിൽ നിങ്ങൾ ഇതിനും എന്ത് വലിയ പാപമാണ് ചെയ്തതെന്നറിയില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ 2 ഭാര്യമാരും എന്ത് പറ്റി, അകാല മൃത്യു അല്ലേ. അകാല മൃത്യു എന്ന് പറഞ്ഞാൽ ആയുസ്സെത്താതെ മരിക്കുന്നതിനെയാണ് അകാല മൃത്യു. അല്ലെങ്കിൽ ഇപ്പം സാധാരണയായിട്ടുള്ള അല്ലാത്ത മരണത്തിനെയാണ് അകാല മൃത്യു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആയുസ്സെത്താതെയാണല്ലോ ഭാര്യമാർ മരിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് അകാല മൃത്യു എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് പാപം ചെയ്തിട്ടാണ് നിങ്ങളുടെ 2 ഭാര്യമാരും അകാല മൃത്യുവിൽ അങ്ങനെ ആയത് എന്നാണ് മഹന്ത്ജി ചോദിക്കുന്നത്. തുമ്നെ ഔലാദ് കാ മൂഹ് തക് നഹീം ദേഖ. നിങ്ങളുടെ ഔലാദ് എന്ന് പറഞ്ഞാൽ അവകാശികൾ എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഇവിടെ അവകാശികൾ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കുട്ടികളുടെ മുഖം, നിങ്ങളുടെ അവകാശികളുടെ മുഖം ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. തുമ്നെ ഔലാദ് കാ മൂഹ് തക് നഹീം ദേഖ. अपना यह जन्म तुम
അകാരത് ന ജാനേതോ. അപ്പം നിങ്ങളുടെ ഈ ഒരു ജന്മം, ഈ ഒരു ജീവിതം നിങ്ങൾ വെറുതെ വേസ്റ്റാക്കി കളയരുത്, യൂസ്ലെസ് ആക്കി കളയരുത്. അതാണ് അകാരത് എന്ന് പറയുന്നത്. അകാരത്തിൻ്റെ മീനിങ് അവിടെ കൊടുത്തിട്ടുണ്ട് ബേക്കാർ അല്ലേ. ബേക്കാർ എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് എന്നുള്ള ആണ്. അപ്പം നിങ്ങൾ ഈ ഒരു ജന്മം വെറുതെ പാഴാക്കി കളയരുത്. ഈശ്വർ കോ ഏക് ഭർ ദോഗേ തോ 10 ഭർ പാവോഗെ. ഈശ്വരൻ്റെ മനസ്സ് ഒരു തവണ നിറച്ചാൽ എന്താ, ഈശ്വരൻ അത് 10ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും. അതായത് ഈശ്വരന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ 10ആയിട്ട് അത് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും. മേ അപ്പനെ ലിയേ തോ തുംസെ മാംഗ്നെ ഹി രഹാ ഹൂ. ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല ഇത് നിങ്ങളോട് ചോദിക്കുന്നത്. തുമാര യഹ് ലോക് ഓർ പരലോക് ദോനോ ബഞ്ചായും. നിങ്ങളുടെ ഇവിടെ ഈ ഭൂമിയിലുള്ള ജീവിതവും അതുപോലെ തന്നെ പരലോകത്തും ഉള്ള ജീവിതം എന്താ മീനിങ് ഫുള്ളായിട്ട് മാറും, അർത്ഥമുള്ളതായിട്ട് മാറും. ഇസ്കി രാഹ് മേ തുമേ ബത്താ രഹാ ഹൂ. ഇതിനെ എന്താ ഇതിലേക്കുള്ള വഴി അല്ലെങ്കിൽ മാർഗം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു പേജിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.